ഇന്നേ ബീട്രൂട്ട് കൊണ്ട് ഒരു രസം വയ്ക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ബീട്രൂട്ടും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ബീട്രൂട്ടും തക്കാളിയും കൂടെ ഇട്ടിട്ട് രസം വെച്ചാൽ. അപ്പോൾ ഈ ബീട്രൂട്ടും തക്കാളിയും കൂടെ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചില കുക്കറുകളിലൊക്കെ 3 വിസിൽ മതിയായിരിക്കും. എൻ്റെ കയ്യിൽ 4 വേണം. അപ്പോൾ അതിരുന്ന് വെന്തോട്ടെ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പീസ് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഒരു കല്ല് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇടിച്ചെടുക്കാം. നല്ല അരയ്ക്കണ്ട, ഒന്ന് ചതച്ച് വേണം എടുക്കാനായിട്ട്. ഈ രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ചതച്ചെടുക്കണം. എന്നിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് പുളി, നമുക്ക് എത്രയാണോ ആവശ്യം, എത്ര രസം വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് പുളി ഒന്ന് കുതിർത്തെടുക്കാനായിട്ട് വയ്ക്കാം. ഈ പുളിത്ത് കുതിരാൻ ഇത്തിരി താമസമുണ്ട്. അപ്പോൾ അതൊന്ന് അവിടെ ഇരുന്ന് ഒന്ന് കുതിർന്നോട്ടെ. ആ സമയം നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന ബീട്രൂട്ടും തക്കാളിയും നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം അരച്ചെടുക്കണം. കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഈ രൂപേണ ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ വേണം, ഈ പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. നല്ലവണ്ണം അരഞ്ഞു കിട്ടണം ഈ ബീട്രൂട്ടും തക്കാളിയും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൽ ഇച്ചിരി കടുക് ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞത് ഏത് വേണോ എടുക്കാം. ഒന്നുകിൽ ചുവന്നുള്ളി എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സവാള എടുക്കാം. ചുവന്നുള്ളി ആണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ സവാള ആയാലും മതി. ഞാൻ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് എടുത്തത്. ഇതൊന്ന് നല്ലവണ്ണം ഒരുപാടൊന്നും മൂക്കേണ്ട, ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് നല്ലവണ്ണം വേവണം കേട്ടോ, ഇല്ലെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ ഉണ്ടായിരിക്കും. ഇതാണ്ടോ ഏകദേശം ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ രസം നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. കാരണം ബീട്രൂട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു അടിപൊളി രസം വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രസം ഇങ്ങനെ ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ട് രസം പെട്ടെന്ന് ചീത്തയാവുകയെന്നില്ല, നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം ഒക്കെ വരണ്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതാണ് ഇച്ചിരി നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത്. ഇതൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനുള്ളത്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രസം കഴിക്കാനായിട്ട്. ചില കല്യാണ വീടുകളിലൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഈ ബീട്രൂട്ട് രസം വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം മസാല കൂടെ ചേർക്കണം. മസാല എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ വേണം ചേർക്കാനുള്ള. അല്ലാതെ മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. ആ കുരുമുളകിൻ്റെ മണവും രുചിയും ഒക്കെ ഒന്ന് മുന്നിൽ നിൽക്കണം. അതാണ് ഈ രസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കുരുമുളക് നല്ല ഫ്രണ്ടിൽ നിൽക്കും നമ്മൾ കഴിക്കുമ്പോൾ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ബീട്രൂട്ട് ഒന്ന് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അറിയാലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയം, കാരണം പച്ചമണമൊന്നും വരത്തില്ല ഇതിൽ, വേവിച്ച ബീട്രൂട്ട് ആയതുകൊണ്ട് അങ്ങനെയൊന്നും വരത്തില്ല. ഇതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഇളക്കിയാൽ മതി. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരുന്ന പുളി വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നമുക്ക് രസം ആവശ്യമുള്ളത് അതനുസരിച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയൊക്കെ നല്ല മണമുണ്ട്. നമ്മുടെ വയറിന് നല്ല സുഖമാണ് ഈ രസം കഴിച്ചാൽ. രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കുടിക്കാം. അടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് അതേപടി ഇട്ടാൽ തന്നെ രസം ഒന്ന് തിളച്ച് വരുമ്പോൾ കല്ലുപ്പും അരിഞ്ഞിതിൽ ചേർന്നോളും. അങ്ങനെ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കായവും മല്ലിയിലയും കൂടെയാണ് ചേർക്കേണ്ടത്. ഇതൊന്ന് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ തിളയ്ക്കുമ്പോൾ. ഇനി ഒരല്പം കായം ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ.
ഇനി ഇച്ചിരി മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇതിന് ഇപ്പം മുന്നിൽ നിൽക്കണം കേട്ടോ. മല്ലിയില വേണം, എങ്കിലേ ഇതിന് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രസം ഉണ്ടാക്കാൻ പോകരുത്. മല്ലിയില ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നല്ല ഒരു മണമാണ് കേട്ടോ. മല്ലിയിലയും കൂടെ ഇടുമ്പോൾ ഇപ്പം തന്നെ ഇച്ചിരി കോരി കുടിക്കാനായിട്ടൊന്ന് തോന്നുന്നുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. ഇതാണ്ടോ നല്ല അടിപൊളി രസം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ബീറ്റ്റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രസം ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെറുതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണ് ബീറ്റ്റൂട്ട് എന്നുള്ളത്. ഈ ബീറ്റ്റൂട്ട് കൊണ്ട് നമ്മൾ തോരനും കിച്ചടി പച്ചടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ രസം എല്ലാവരും വെച്ച് കാണത്തില്ല, ചിലരൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം. അവർക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഒരാഴ്ചയോളം ഈ രസം ഇരിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തുമില്ല. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇതാകണ്ടോ അടിപൊളി രസം നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതാ ഒരല്പം എടുത്ത് ഞാനൊന്ന് ഉപ്പ് ഒന്ന് നോക്കിക്കോട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്, ഞാൻ ഒരിക്കൽ നോക്കിയതാണ്. എന്നാലും കടുകൊക്കെ താളിച്ചതിന് ശേഷം എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കണമല്ലോ. അങ്ങനെ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത്